ഫുജിറ മല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ വീക്കെൻഡും ഒന്ന് റിലാക്സ് ആവണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു പ്രവാസി പോലും കാണില്ല. പക്ഷേ ഈ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ചൂടിൽ എവിടെ പോകാനാണ്? അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ ഒമാനിൽ അതിന് പറ്റിയൊരു ഇടമുണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്ക്. യാത്ര തിരിച്ചപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ചുട്ടുപൊള്ളുന്ന ചൂടാണ് പുറത്ത്, കൂടാതെ ഹ്യൂമിഡിറ്റിയും. വൈകിട്ട് ഏകദേശം 4:30 കൂടി ഫുജറയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത്. വണ്ടിയിൽ കയറുമ്പോൾ തന്നെ 47 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒമാൻ പ്രവിശ്യയിലേക്ക് കടന്നിരിക്കുകയാണ്. ഫോണിൽ റോമിംഗ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ വരുമെന്നോ മെസ്സേജ് വരുമെന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഫുൾ ഫ്രീ. മുമ്പ് പല സ്ഥലങ്ങളിലും വെള്ളമുണ്ടെന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് നിരാശയായിരുന്നു ഫലം. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കാണാൻ പറ്റുമോ എന്നുള്ളത് സംശയമായിരുന്നു. എന്നാലും കുളിക്കാനുള്ള സെറ്റപ്പിലാണ് പോക്ക്. ഫുജറ സിറ്റിയിൽ നിന്നും ഏകദേശം 27 കിലോമീറ്ററാണ് ഇവിടെ എത്താനായിട്ട് കാണിക്കുന്നത്. ഇവിടുത്തെ ഭൂപ്രകൃതി കാണാൻ തന്നെ നല്ല രസമാണ്. ചെറിയ ചെറിയ വില്ലകളും ഇടവഴികളും തിരക്കൊഴിഞ്ഞ റോഡുകളും ഇരുവശങ്ങളിലെ ഫാമുകളുമെല്ലാം നമ്മുടെ യാത്രയെ കൂടുതൽ മനോഹരമാക്കും. ഏകദേശം 5 മിനിറ്റോടുകൂടെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരും. ഈ യാത്രയിൽ പലയിടങ്ങളിലും റോഡിനെ മുറിച്ച് കടന്നു പോകുന്ന അരുവികളും കാണാം. ഈ വെള്ളം കണ്ടപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പ്രതീക്ഷിച്ചതുപോലെ വറ്റുവരണ്ട് കിടക്കുകയായിരിക്കില്ല, അല്പമെങ്കിലും വെള്ളം കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യാശ. ഇവിടെ കുറേ പേര് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇതാണ് സ്പോട്ടെന്ന് ഞങ്ങൾ സംശയിച്ചു. പക്ഷേ മാപ്പിൽ വീണ്ടും മുന്നോട്ടാണ് കാണിക്കുന്നത്. ഈ റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്താണ്. 20 ദിർഹംസ് ആണ് ഒരു വണ്ടിക്ക് അവർ ചാർജ് ആക്കുന്നത്. എത്ര സമയം വേണമെങ്കിലും വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. ഈ ഡാമിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ പാർക്ക് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും ആരും അവിടെ പാർക്ക് ചെയ്ത് കണ്ടില്ല. പിന്നീട് ഒരു പ്രശ്നമാവണ്ടെന്നോർത്ത് 20 ദിർഹംസ് കൊടുത്ത് ഞങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചു. സത്യത്തിൽ ഞങ്ങൾ മാത്രമേ കാണുള്ളൂ എന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഞെട്ടിപ്പോയി. ഒരുപാട് വണ്ടികളാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. വണ്ടികളുടെ എണ്ണം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എത്രമാത്രം തിരക്കുണ്ടെന്ന്. ഈ കാണുന്നതല്ല കേട്ടോ, കുറച്ചുകൂടെ സജ്ജീകരണങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളിതാ ഇറങ്ങി ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നടത്തത്തിലാണ്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ചൂടിന് നല്ല ശമനം ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലുള്ള ചൂടോ ഹ്യൂമിഡിറ്റിയോ ഒന്നും അനുഭവപ്പെട്ടില്ല. അയ്യോ, ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഈ ചൂടത്ത് ഇത്രയും വെള്ളവും ഇത്രയും അധികം ആളുകളെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കൂടാതെ അവിടെ ഒരു വെള്ളച്ചാട്ടവും ഉണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള വഴി കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് ഇറങ്ങുന്നത്. എങ്ങാനും വീണു പോയാൽ പാറക്കെട്ടല്ലേ ചുറ്റും. ഇത്രയും ഹ്യൂമിഡിറ്റി വെളിയിലുണ്ടായിട്ടും അവിടെ നിന്നപ്പോൾ ഒരു ഹ്യൂമിഡിറ്റിയോ ചൂടോ ഒന്നും അനുഭവപ്പെട്ടില്ല. ഈ ഒരു ചൂട് സമയത്ത് ഇത്രയും തണുത്ത വെള്ളം പ്രതീക്ഷിച്ചില്ല. വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വെള്ളത്തിന് പ്രതീക്ഷിച്ചതിനെക്കാട്ടി തണുപ്പായിരുന്നു. വെള്ളത്തിലൂടെയുള്ള നടത്തവും സൂക്ഷിച്ചാണ്. കാരണം ഉരുളൻകല്ലിൻ്റെ മുകളിലെല്ലാം പായൽ പിടിച്ചിട്ടുണ്ട്. തെന്നാനുള്ള ചാൻസ് കൂടുതലാണ്. പായലുകൾ മാത്രമല്ല, ധാരാളം മീൻകുഞ്ഞുങ്ങളും തവളകളും എല്ലാം ഉണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം മുട്ടിനൊപ്പമേ വെള്ളമുള്ളൂ. ശരീരം ഫുള്ള് നനയണമെങ്കിൽ ഒന്നുകിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഫുള്ളായി ഇതേപോലെ കിടക്കണം. എന്നാൽ ആഴമേറിയ സ്ഥലങ്ങളുമുണ്ട്. അങ്ങോട്ടേക്ക് ആരും പോകുന്നില്ല. വെള്ളത്തിൻ്റെ കളകളാരവും ആളുകളുടെ ആർത്തുല്ലസിക്കലും എല്ലാം കൂടെ ഒരു ഉത്സവ ലഹരിയാണ് കിട്ടുന്നത്.
കൂടുതലും മലയാളികളാണ് വരുന്നതും. മാക്സിമം മുങ്ങിക്കിടക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടം തന്നെയാണ്. ചിലരെല്ലാം അതിൻ്റെ മുകളിൽ കയറി താഴേക്ക് ചാടുന്നതും കണ്ടു. എനിക്ക് അത്രയും ധൈര്യം ഇല്ലാത്തതിനാൽ ഞാൻ അതിന് മുതിർന്നില്ല. ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ വെള്ളം നല്ല ക്ലിയർ ആയിരുന്നു. കാണുന്ന പോലെയല്ല, വെള്ളത്തിന് നല്ല ഒഴുക്കാണ്. നമ്മളെ തള്ളി മാറ്റാനുള്ള ശക്തിയുണ്ട് വെള്ളത്തിന്. ഈ ജനങ്ങളുടെ തിരക്കെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ആശാൻ. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ ആ വെള്ളത്തിൽ തന്നെ ചിലവഴിച്ചു. ചാടുന്നവരിലെല്ലാം ആണുങ്ങളായിരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു ധീര വനിത അതിലേക്ക് എടുത്ത് ചാടിയത്. അതുകൊണ്ട് തന്നെ പ്രോത്സാഹനവും കൂടി. നേരം ഇരുട്ടി തുടങ്ങി. തിരിച്ചു പോരാനുള്ള സങ്കടത്തിലാണ്. സമയം പോയതേ അറിഞ്ഞില്ല. നേരം ഇരുട്ടിയെങ്കിലും ആളുകൾ വരുന്നത് കുറയുന്നൊന്നുമില്ല. കാരണം അവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള സ്പോട്ട് കൂടെയുണ്ട്. ഈ ഒരു പിക്നിക് സ്പോട്ടും ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോയും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.